ജോലിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ കാണുന്ന ഒരു സ്വഭാവം പൊതുവെ സമൂഹത്തിലുണ്ട്. ഒരു മീൻ വിൽക്കുന്ന ഒരാളെ, അതല്ലെങ്കിൽ ഒരു ഇറച്ചി വെട്ടുന്ന ഒരാളെ, അതല്ലെങ്കിൽ ഒരു ആട് കച്ചവടം ചെയ്യുന്ന ഒരാളെ, ഇവരെയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായി ജോലി ചെയ്യുന്നവരെയും പോലീസുകാരെയും ഉസ്താദുമാരെയൊക്കെ വലിയ നിരക്ക് കാണുമ്പോൾ ഇങ്ങനെ ജോലി ചെയ്യുന്നവരെ നമ്മൾ ചെറുതായി കാണുന്നു എന്നുള്ളത് സത്യമാണ്. സത്യത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എല്ലാ ജോലിക്കും ആളുകൾ ആവശ്യവുമാണ്. കാരണം സാമൂഹ്യ ജീവിയായ മനുഷ്യന് ഇവിടെ മീൻ വിൽക്കുന്ന ആളുകളെ വേണം, ഇറച്ചി വെട്ടുന്ന ആളുകൾ വേണം, പച്ചക്കറി വിൽക്കുന്ന ആളുകളെ വേണം. ഇങ്ങനെ എല്ലാ നിലക്കും ആളുകൾ ആവശ്യമുള്ള, എല്ലാത്തിനും ആളുകൾ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ എല്ലാ വ്യക്തിക്കും അവരുടേതായ മൂല്യമുണ്ട്. അവരൊന്നും അറിവില്ലാത്തവരൊന്നുമല്ല. ഒരാൾ മീൻ വിൽക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട നല്ല വിവരമുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റു ഉന്നത ആളുകൾ എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ഉസ്താദുമാരാണെങ്കിലും പോലീസുകാരാണെങ്കിലും അധ്യാപകരൊക്കെ ആണെങ്കിലും അവർക്ക് നൽകുന്ന, അവരെ കാണുന്ന അതേ മൂല്യത്തോടെ നമ്മൾ ഈ ജോലിയെയും കാണണം. ഇങ്ങനെ ജോലി ചെയ്യുന്നവരെയും നമ്മൾ കാണണം. പൊതുവെ നമ്മൾ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും മനുഷ്യരുടെ ഉള്ളിൽ ഒരു പുച്ഛമുണ്ട്. ഈ ജോലിയൊക്കെ ഒരു മോശമാണ്, ഒരു രണ്ടാംകിട പണിയാണ് എന്നുള്ളൊരു ചിന്താഗതി. അത് ശരിയല്ല. കാരണം സമൂഹത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വിഭാഗത്തിലും ആളുകളെയും ആവശ്യമാണ്. ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. മുമ്പത്തെ കാലത്താണെങ്കിൽ ജോലിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വേർതിരിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അധ്യാപകരാണെങ്കിലും, ഇപ്പോൾ അധ്യാപകരൊക്കെ അവരൊക്കെ പഠിച്ച അറിവ് നേടിയവരാണെങ്കിലും ഒരു മീൻ വിൽക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ഇറച്ചി വെട്ടുന്നവർക്കോ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അവർക്കെല്ലാ അറിവും കിട്ടും. കാരണം എല്ലാ അറിവും കിട്ടുന്ന ഒരു സാധ്യതയിലേക്ക് മനുഷ്യൻ മാറിയിട്ടുണ്ട്. മുമ്പത്തെ കാലമല്ല. മുമ്പാണെങ്കിൽ ഒരാൾ പുസ്തകം നോക്കി തന്നെ പഠിക്കണമായിരുന്നു, സ്കൂളിൽ പോയിട്ട് തന്നെ പഠിക്കണമായിരുന്നു. അങ്ങനെ അറിവുള്ളവരും മീൻ വിൽക്കുന്നവരും ഒരൽപ്പം വ്യത്യാസമുണ്ടായിരുന്നു. ഇന്ന് എല്ലാവർക്കും അറിവ് നേടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, അവരൊക്കെയും ജീവിതാനുഭവം, ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് ജീവിതാനുഭവമാണ്. അപ്പോൾ ജീവിതാനുഭവമുള്ളവരാണ്. അതുകൊണ്ട് എൻ്റെ എല്ലാ ആളുകളോടും പറയാനുള്ളത്, നമ്മൾ ജോലിയുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യരെ നമ്മൾ മറ്റൊരു കണ്ണുകൊണ്ട് കാണരുത്. എല്ലാ ജോലിക്കും അന്തസ്സുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറയുന്ന ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരോടൊപ്പം ജീവിച്ചവരാണ്. മീൻ വിട്ടിട്ടുണ്ട്, ഡെലിവറി ജോബ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തട്ടുകടയിൽ ജോബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ജോബും ചെയ്ത് സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്ക് പറയാൻ പറ്റും, അവരൊക്കെയും നല്ല ജീവിതാനുഭവവും അവരവരുടെ മേഖലയിൽ നല്ല അറിവുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ആളുകളെയും, അധ്യാപകർക്കും പോലീസുകാർക്കും ഉസ്താദന്മാർക്കും ഇവർക്കൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ഒരു വാല്യൂ നമ്മൾ ഇതിനൊക്കെ കൊടുത്തൊരു വിശാലമായ അർത്ഥത്തിൽ എല്ലാ ജോലിക്കും അന്തസ്സുണ്ട് എന്നുള്ളൊരു ചിന്താഗതി എല്ലാ മനുഷ്യരും വെച്ച് പുലർത്തണം എന്നാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ മീൻ വിൽക്കുന്നവരാണെങ്കിലും അതേപോലെ ഇറച്ചി വെട്ടുന്നവരാണെങ്കിലും ആ ജോലി അവർ മോശമായി അവർ തന്നെ കാണുന്നു എന്നുള്ളതൊരു സത്യമാണ്. കാരണം അതൊരു രണ്ടാംകിട പണിയായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, സാമൂഹ്യ ജീവിയായ മനുഷ്യന് എല്ലാ വിഭാഗം ആളുകളെയും ഇവിടെ ആവശ്യമാണ്. കാരണം നമ്മൾ എല്ലാതരം ഭക്ഷണവും കഴിക്കുന്നവരാണ്. എല്ലാവർക്കും ഇവിടെ ഡോക്ടറാകാൻ പറ്റില്ല, എല്ലാവർക്കും ഇവിടെ എഞ്ചിനീയറാകാൻ പറ്റില്ല, എല്ലാവർക്കും ഇവിടെ ഉസ്താദാകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ മേഖലയാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. അതുകൊണ്ടാണ് നിങ്ങളെ ഒരു വാല്യൂ ഇല്ലാതെ കാണുന്നതും. ഒരാൾ മീൻ വിൽക്കുന്നതാണെങ്കിലും നിങ്ങൾ നല്ല ഡ്രസ്സ് തന്നെ ധരിക്കണം. നല്ല ഡ്രസ്സ് ധരിച്ച് ഒരു കയ്യുറ ധരിച്ചാൽ മതിയല്ലോ. പൊതുവെ മീൻ വിൽക്കുന്നവരാണെന്ന് പറഞ്ഞ് ഒരു നല്ല ഡ്രസ്സ് ധരിക്കാതെ ഒരു രണ്ടാംകിട ആളുകളെ പോലെ തന്നെ ജീവിക്കുന്ന രീതികൾ മാറേണ്ടതുണ്ട്. ഇതിനൊക്കെ നമ്മളൊരു അഭിമാനത്തോടെ കണ്ടുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം വികസിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ, ഈ ജോലി ചെയ്യാൻ ഇങ്ങനെയുള്ള ഒരാളെയും ചെറുതാക്കില്ല എന്നുള്ളതാണ് സത്യം.
അതുകൊണ്ട് അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് എല്ലാ ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾ എല്ലാ ജോലിയെയും അന്തസ്സുള്ള ജോലിയായിട്ട് കാണുക. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ പുച്ഛം വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു.